പുറപ്പാട് പുസ്തകം അധ്യായം 25. കൂടാര നിർമ്മാണത്തിന് കാണിക്ക. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എനിക്ക് ഒരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക. സ്വമനസ്സ തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക. അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട കാഴ്ചദ്രവ്യങ്ങൾ ഇവയാണ്: സ്വർണം, വെള്ളി, ഓട്, നീലയും ധൂമ്രവും അരുണവുമായ നൂലുകൾ, നേർത്ത ചണത്തുണി, കോലാട്ടിൻ രോമം, ഊറയ്ക്കിട്ട മുട്ടാടിൻ തോല്, നിലക്കരടിത്തോല്, കരുവേലത്തടി, വിളക്കുകൾക്കുള്ള എണ്ണ, അഭിഷേക തൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, ധൂപത്തിനുള്ള സുഗന്ധവസ്തുക്കൾ, ഏഫോദും ഉരസ്ത്രാണവും അലങ്കരിക്കാനുള്ള ഗോമേതക, വൈഢൂര്യരത്നങ്ങൾ. ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. ഞാൻ കാണിച്ചു തരുന്ന മാതൃക അനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത്. സാക്ഷ്യപേടകം. കരുവേല മരം കൊണ്ട് ഒരു പേടകം നിർമ്മിക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിയണം. അതിനു മീതെ ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരരികുപാളി ഉറപ്പിക്കണം. 4 സ്വർണ വളയങ്ങൾ ഉണ്ടാക്കി പേടകത്തിൻ്റെ ചുവട്ടിലെ 4 മൂലകളിൽ ഘടിപ്പിക്കണം. 2 ഒരു വശത്തും 2 മറുവശത്തുമായിരിക്കണം. കരുവേല മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവയും സ്വർണം കൊണ്ട് പൊതിയണം. പേടകം വഹിച്ചുകൊണ്ട് പോകാൻ പാർശ്വവളയങ്ങളിലൂടെ തണ്ടുകൾ ഇടണം. തണ്ടുകൾ എപ്പോഴും പേടകത്തിന്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം. അവയിൽ നിന്നെടുത്ത് മാറ്റരുത്. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് ഒരു കൃപാസനം നിർമ്മിക്കണം. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവും ആയിരിക്കണം. കൃപാസനത്തിന്റെ 2 അറ്റത്തുമായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് 2 കെരൂബുകളെ നിർമ്മിക്കണം. കൃപാസനത്തിന്റെ 2 അറ്റത്തും അതിനോട് ഒന്നായി ചേർന്നിരിക്കത്തക്കവണ്ണം വേണം കെരൂബുകളെ നിർമ്മിക്കാൻ. കൃപാസനം മൂടത്തക്ക വിധം കെരൂബുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ച് പിടിച്ചിരിക്കണം. കെരൂബുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാഭിമുഖം നിലകൊള്ളണം. കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷി പേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇസ്രായേലിന് വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും. തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ. കരുവേല മരം കൊണ്ട് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവുമുള്ള ഒരു മേശ ഉണ്ടാക്കണം. തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും സ്വർണം കൊണ്ട് തന്നെ അതിന് അരികുപാളി പിടിപ്പിക്കുകയും വേണം. അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയുള്ള ഒരു ചട്ടമുണ്ടാക്കുകയും ചട്ടത്തിന് ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിക്കുകയും വേണം. സ്വർണം കൊണ്ടുള്ള 4 വളയങ്ങൾ ഉണ്ടാക്കി മേശയുടെ 4 മൂലകളിലുള്ള 4 കാലുകളിൽ ഘടിപ്പിക്കുക. വളയങ്ങളിലൂടെ തണ്ടുകളിട്ട് മേശ ചുമന്നുകൊണ്ട് പോകത്തക്ക വിധം വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം. മേശ ചുമന്നുകൊണ്ട് പോകാനായി കരുവേല മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം. താലങ്ങളും തളികകളും കലശങ്ങളും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും തനി സ്വർണം കൊണ്ട് ഉണ്ടാക്കണം. തിരുസാന്നിധ്യത്തിന്റെ അപ്പം എപ്പോഴും എൻ്റെ മുൻപാകെ മേശപ്പുറത്ത് വെച്ചിരിക്കണം. വിളക്കുകാൽ. തനി സ്വർണം കൊണ്ട് ഒരു വിളക്കുകാൽ ഉണ്ടാക്കണം. അതിൻ്റെ ചുവടും തണ്ടും ചഷകങ്ങളും മുകുളങ്ങളും പുഷ്പങ്ങളും ഒരേ സ്വർണ്ണത്തകിടിൽ തീർത്തതായിരിക്കണം. ഒരു വശത്ത് നിന്ന് 3 മറുവശത്ത് നിന്ന് 3 എന്ന കണക്കിൽ വിളക്കുകാലിൻ്റെ ഇരുവശത്തുമായി 6 ശാഖകൾ ഉണ്ടായിരിക്കണം. ഓരോ ശാഖയിലും ബദാം പൂവിൻ്റെ ആകൃതിയിൽ മുകുളങ്ങളോടും പുഷ്പദലങ്ങളോടും കൂടിയ 3 ചഷകങ്ങൾ ഉണ്ടായിരിക്കണം. വിളക്ക് തണ്ടിന്മേൽ ബദാം പൂവിൻ്റെ ആകൃതിയിൽ മുകുളങ്ങളും പുഷ്പദലങ്ങളും ചേർന്ന 4 ചഷകങ്ങൾ ഉണ്ടായിരിക്കണം.
വിളക്കുകാലിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖകളിൽ ഓരോ ജോഡിയുടെയും അടിയിൽ ഓരോ മുകുളം എന്ന കണക്കിൽ 3 മുകുളങ്ങൾ ഉണ്ടായിരിക്കണം. അടിച്ചു പരുത്തിയ തനി സ്വർണത്തിന്റെ ഒരേ തകിടിലായിരിക്കണം മുകുളങ്ങളും ശാഖകളും എല്ലാം നിർമ്മിക്കുന്നത്. വിളക്കുതണ്ടിന്മേലും അതിന്റെ ശാഖകളിന്മേലും വയ്ക്കാൻ വേണ്ടി 7 വിളക്കുകൾ ഉണ്ടാക്കണം. അവ വിളക്കുകാലിന് മുൻപിൽ പ്രകാശം വീശത്തക്ക വിധം സ്ഥാപിക്കണം. തിരി അണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടകങ്ങളും തനി സ്വർണം കൊണ്ടുള്ളവയായിരിക്കണം. വിളക്കുകാലും ഉപകരണങ്ങളും എല്ലാം കൂടി 1 താലന്ത് തനി സ്വർണം കൊണ്ട് വേണം നിർമ്മിക്കാൻ. മലയിൽ വെച്ച് നിന്നെ ഞാൻ കാണിച്ച മാതൃകയിൽ ഇവയെല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു.